വെൽക്കം ടു മിസ്റ്റർ അൺബോക്സ് ആൻഡ് ട്രാവൽ. ഇത് ഹോണർ X9 5G ഹോണറിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ ആണ്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ നമ്മൾ അധികം സ്മാർട്ട് ഫോണിൽ കാണാത്ത ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനൊപ്പം ലഭിക്കുന്നുണ്ട് എന്ന് പറയാം. അപ്പോൾ ആ ഒരു കാര്യം തീർച്ചയായിട്ടും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തും. അതുകൊണ്ട് തന്നെ മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതുപോലെ തന്നെ ഇതുപോലുള്ള ടെക് സംബന്ധമായിട്ടുള്ള ഗാഡ്ജറ്റ് അൺബോക്സിംഗ്, മൊബൈൽ അൺബോക്സിംഗ് ഒക്കെ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ ചാനലും വീഡിയോസും യൂസ്ഫുൾ ആണെന്ന് കരുതിയാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ബെല്ലൈക്കും കൂടി അമർത്തുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇതാണ് ഹോണർ X9ൻ്റെ ബോക്സ് വരുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാം. ഇത്രയും ഐറ്റംസ് ആണ് നമ്മുടെ ബോക്സിനകത്ത് വരുന്നത്. ഇപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത് പ്രകൃതിയോട് യാതൊരു തരത്തിലുള്ള സ്നേഹവും കാണിക്കാത്തൊരു കമ്പനി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു ട്രാൻസ്പെറൻറ്റ് GPU കേസ് അവർ കൊടുത്തിട്ടുണ്ട്. 66 വാട്ടിൻ്റെ ഒരു സൂപ്പർ ചാർജറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. Type A to Type C ചാർജിങ് കേബിൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു പ്രൈസിൽ നമുക്ക് കാണാത്തൊരു ഐറ്റം കൂടി ഈ ഒരു ബോക്സിനകത്തുണ്ട്. 3.5mm ഒരു ഇയർഫോണ്, പിന്നീടുള്ളത് Type C to 3.5mm ഒരു കൺവേർട്ടർ, സിം ഇജക്ടർ ടൂള്, നമ്മുടെ സ്മാർട്ട് ഫോൺ ആയിട്ടുള്ള ഹോണർ X9. ഇത്രയും കാര്യങ്ങളാണ് ബോക്സിനകത്ത് വരുന്നത്. ഇതിൽ തന്നെ പല കാര്യങ്ങളും നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മറ്റ് ഫോണുകൾ നൽകാത്ത കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ബോക്സിനകത്ത് കണ്ടിട്ടുള്ളത്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസൈനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് 3 കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മുടെ കയ്യിലുള്ളത് ടൈറ്റാനിയം സിൽവർ എന്ന കളറാണ്. ഇതുകൂടാതെ തന്നെ മിഡ് നൈറ്റ് ബ്ലാക്ക്, ഓഷ്യൻ ബ്ലൂ. നമ്മുടെ ഈ ഒരു ടൈറ്റാനിയം സിൽവർ ഒരു മാറ്റ് ഫിനിഷോട് കൂടിയിട്ടുള്ള പ്ലാസ്റ്റിക് മെറ്റീരിയലാണ് പിറകിൽ വരുന്നത്. എങ്കിൽ മറ്റ് 2 കളേഴ്സിലും ഒരു ഗ്ലോസി ഫിനിഷോട് കൂടിയിട്ടുള്ള പ്ലാസ്റ്റിക് മെറ്റീരിയലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ മെട്രിക് ഡിസൈനാണ് ഈ ഒരു ക്യാമറയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിവിടെ എഴുതിയതും കാണാം. 3 ക്യാമറയാണ് പിറകിൽ വരുന്നത്. ഓണറിൻ്റെ ഒരു എംബ്ലോ നമുക്കിവിടെ കാണാൻ സാധിക്കും. 8.1mm ആണ് ഇതിൻ്റെ ബോഡി തിക്നെസ്. 189 ഗ്രാമാണ് ഇതിൻ്റെ ബോഡി വെയിറ്റ് എന്ന് പറയുന്നത്. പ്ലാസ്റ്റിക് ആണ് ബോഡി ഫ്രെയിം വരുന്നത്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലാണ് ഫിംഗർ പ്രിന്റ് സ്കാനറോട് കൂടിയിട്ടുള്ള പവർ ബട്ടണും വോളിയം റോക്കേഴ്സും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മുകൾ വശത്തായിട്ട് നമുക്കൊരു എക്സ്റ്റേണൽ മൈക്ക് കാണാം. ലെഫ്റ്റ് സൈഡ് കംപ്ലീറ്റ് ബ്ലാങ്ക് ആണ്. താഴ്വശത്തായിട്ട് നമുക്ക് സിം ട്രേ ഉൾപ്പെടുത്തിയിരിക്കുന്നു. 2 നാനോ 5G സിം കാർഡാണ് നമുക്കിതിൽ യൂസ് ചെയ്യാൻ സാധിക്കും. മെമ്മറി കാർഡ് യൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. എക്സ്റ്റേണൽ മൈക്ക്, Type C ചാർജിങ് പോർട്ട്, അതുപോലെ തന്നെ നമുക്കൊരു സ്പീക്കർ ഗ്രില്ല്. Type C ചാർജിങ് പോർട്ട് തന്നെയാണ് ഇയർഫോൺ നമുക്കിതിൽ യൂസ് ചെയ്യാൻ സാധിക്കുക. പക്ഷേ ഈ ഒരു സ്മാർട്ട് ഫോണിന് അപ്പോൾ അവർ Type C to 3.5mm കൺവേർട്ടറും അവർ നൽകിയിരിക്കുന്നു. അപ്പോൾ ഓവറോൾ ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ ഈ ഒരു മാറ്റ് ഫിനിഷോട് കൂടിയിട്ടുള്ള ഈ ഒരു ടൈറ്റാനിയം സിൽവറിൻ്റെ ഡിസൈൻ അല്ലെങ്കിൽ ഈ ഒരു മെറ്റീരിയൽ പേഴ്സണലി എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ്. ഹാർഡ്വെയർ സൈഡ് നോക്കുകയാണെങ്കിൽ Qualcomm Snapdragon 695 എന്ന് പറയുന്ന 5G ചിപ്സെറ്റ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. 6nm ആണ് ഇതിൻ്റെ ചിപ്സ് സൈസ്. ഒക്ടാ കോറിൽ 2.2 GHz ആണ് ഇതിൻ്റെ ക്ലോക്ക് സ്പീഡ്. ഈ ഒരു 4-5 ദിവസം യൂസ് ചെയ്തൊരു എക്സ്പീരിയൻസിൽ നോക്കുകയാണെങ്കിൽ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള പ്രൊസസ്സറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പറയത്തക്ക രീതിയിലുള്ള ഇഷ്യൂസോ കാര്യങ്ങളും ഇതുവരെ എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഇനി GPUയുടെ കാര്യം എടുത്താൽ Adreno 619 എന്ന് പറയുന്ന GPU ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഗെയിമിങ്ങും ഗ്രാഫിക്സും ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാനും സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മെമ്മറി വേരിയൻസിൻ്റെ കാര്യം എടുത്താൽ 3 മെമ്മറി വേരിയൻസിലാണ് ഇത് ഗ്ലോബൽ അവൈലബിൾ ആയിട്ടുള്ളത്. 6GB റാമിൽ 128, 8GB റാമിൽ 128, 8GB റാമിൽ 256GB. നിലവിൽ ഇപ്പോൾ ഖത്തറിൽ അവൈലബിൾ ആയിട്ടുള്ളത് 8GB റാമിൽ 128ഉം 8GB റാമിൽ 256GBയുമാണ്. കണക്ടിവിറ്റി സൈഡ് നോക്കുകയാണെങ്കിൽ ഡ്യുവൽ 5G ബാൻഡ് ആണ് വരുന്നത്. 2 സിം കാർഡ് നമുക്ക് 5G ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. ബ്ലൂടൂത്തിൻ്റെത് 5.1 ആണ് വേർഷൻ വരുന്നത്. NFC കൂടി ഒരു സ്മാർട്ട് ഫോണിൽ ലഭ്യമാണ്. വൈഫൈ ഫ്രീക്വൻസി 2.4ലും 5 GHz ലഭ്യമാണ്. Android 11ലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറും കാര്യങ്ങളൊക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഇവരുടെ തന്നെ മാജിക് UI വേർഷൻ വരുന്നത് 4.2 ആണ്. ഈയിടെയായിട്ട് ഇറങ്ങുന്ന ഹോണർ ഫോണുകളിൽ കേട്ടുവരുന്ന ഒരു ടെക്നോളജിയാണ് റാം ടർബോ ടെക്നോളജി എന്ന് പറയുന്നത്. നമ്മൾ അവസാനമായിട്ട് അൺബോക്സ് ചെയ്ത ഹോണർ X7ലും X8ലും ഈ ഒരു X9ലും നമ്മൾ ആ ഒരു ടെക്നോളജി കണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ കാര്യം എടുത്താൽ 8GB റാം കൂടാതെ തന്നെ ഇന്റേണൽ മെമ്മറിയിൽ നിന്നും 2GB റാം എക്സ്പാൻഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് റാം ടർബോ ടെക്നോളജി എന്ന് ചുരുക്കി പറഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഈ ഒരു സ്മാർട്ട് ഫോണിൽ യൂട്യൂബ് ഓപ്പൺ ആക്കി ആ ഒരു സമയത്ത് ഒരു സോങ് കേട്ടു. ആ ഒരു സോങ് പോസ് ചെയ്തതിന് ശേഷം ഏകദേശം 10-25ഓളം ആപ്ലിക്കേഷൻ ഞാൻ വീണ്ടും ഓപ്പൺ ആക്കി. അതിനുശേഷം ആദ്യമായിട്ട് ഈ ഒരു യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി അതിൽ തിരികെ പോയാൽ നമ്മൾ ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിലുള്ള സ്മാർട്ട് ഫോണുകളാണ് ഇത്തരത്തിൽ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ റീസ്റ്റാർട്ട് എന്നുള്ള രീതിയിലായിരിക്കും വരിക. എങ്കിൽ ഈ ഒരു ഹോണർ X9ൽ എവിടെയായിരുന്നോ പോസ് ചെയ്തത് അവിടെ നിന്ന് നമുക്ക് ആ ഒരു വീഡിയോ അല്ലെങ്കിൽ ആ ഒരു ഓഡിയോ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കും. ഇത്തരത്തിൽ 35ഓളം ആപ്ലിക്കേഷനാണ് നമുക്ക് ഹോണർ X9ൽ യൂസ് ചെയ്യാൻ സാധിക്കുക. നിങ്ങളൊരു മൾട്ടി വിൻഡോ യൂസർ ആണെങ്കിൽ തീർച്ചയായിട്ടും ബെനിഫിറ്റ് ഉള്ള ഒരു ഫീച്ചർ തന്നെയാണ് ഈ ഒരു റാം ടർബോ ടെക്നോളജി എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഈ ഒരു ഫയൽ സൈസും കാര്യങ്ങളൊക്കെ കംപ്രഷൻ എന്നുള്ള രീതിയിലായിരിക്കും റാമിലേക്ക് പോവുക. അതുകൊണ്ട് തന്നെ വളരെ ചെറിയ സൈസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഒത്തിരി ഫയൽസ് അല്ലെങ്കിൽ ഒത്തിരി ആപ്ലിക്കേഷൻ നമുക്കിതിൽ സൂക്ഷിക്കാൻ സാധിക്കും.
അതേസമയം നമ്മൾ ആ ഒരു ഫയൽ തിരിച്ചെടുക്കും അല്ലെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷൻ തിരിച്ചെടുക്കുന്ന സമയത്ത് ഡീകംപ്രഷൻ എന്നുള്ള രീതിയിലാണ് അത് പുറത്തേക്ക് വരിക. അതുകൊണ്ട് തന്നെ എവിടെ നിന്നാണ് നമ്മൾ ആ ഒരു ആപ്ലിക്കേഷൻ പോസ് ചെയ്തത് അവിടെ നിന്ന് നമുക്കിത് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൻ്റെ കാര്യം എടുത്താൽ ഈ റാം ടർബോ ടെക്നോളജി എന്ന് പറയുന്നത് വലിയൊരു ഫീച്ചറായിട്ട് തന്നെയാണ് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നത്. 6.81 ഇഞ്ചിൻ്റെ IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz ആണ് റിഫ്രഷ് റേറ്റ്, ഫുൾ HD+ ആണ് റെസൊല്യൂഷൻ, 385 പിക്സൽ പെർ ഇഞ്ചാണ് ഇതിൻ്റെ ഡെൻസിറ്റി. ഇപ്പോൾ ഈ ഒരു ഡിസ്പ്ലേയുടെ ഒരു ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഷാർപ്പായിട്ടും ഡീറ്റെയിൽ ആയിട്ട് നമുക്കിതിൽ വിഷ്വൽ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിലും യൂട്യൂബിലൊക്കെ മാക്സിമം 1080p നമുക്കിതിൽ വീഡിയോ കാണാൻ സാധിക്കുക. 4K അല്ലെങ്കിൽ 2K നമുക്കിതിൽ കാണാൻ സാധിക്കില്ല. വെളിയിൽ പോയാലും കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്കിതിൽ കാര്യങ്ങളൊക്കെ റീഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇനി വ്യൂയിങ് ആംഗിളുടെ കാര്യം എടുത്താൽ ചെറിയ രീതിയിലുള്ള ഒരു കളർ വേരിയേഷൻ നമുക്കിതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. എങ്കിലും ഈ ഒരു പ്രൈസ് സെഗ്മെന്റ് ആയതുകൊണ്ട് തന്നെ MOLED കൊടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരുന്നു എന്നുള്ളൊരു ഒപ്പീനിയൻ എനിക്കുണ്ട്. എനിവേ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ക്വാളിറ്റി ആയിട്ടാണ് എനിക്കിതിൽ ഫീൽ ചെയ്തിട്ടുള്ളത്. ബാറ്ററി സൈഡ് നോക്കുകയാണെങ്കിൽ 4800 mAh ബാറ്ററിയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. അതുകൂടാതെ തന്നെ 66 വാട്ടിൻ്റെ ചാർജറാണ് നമുക്ക് ഈ ഒരു ബോക്സിനൊപ്പം ലഭിക്കുന്നത്. അത് ഉപയോഗിച്ചുകൊണ്ട് 0 to 100 ചാർജ് ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് ഏകദേശം 40 മിനിറ്റ് ആണ്. അപ്പോൾ 5 ദിവസത്തിനടുത്തായിട്ട് ഞാൻ ഈ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളൊരു ഹെവി യൂസർ ആണെങ്കിൽ ഏകദേശം നമുക്ക് ഒരു ദിവസത്തിനടുത്തും, ഒരു നോർമൽ യൂസർ ആണെങ്കിൽ ഒരു ദിവസത്തിന് മുകളിലും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ബാറ്ററി ലൈഫ് ലഭിക്കുന്നുണ്ട്. സിംഗിൾ സ്പീക്കറാണ് ഹോണർ X9 വരുന്നത്. സൗണ്ട് ഒന്ന് നോക്കാം. സിംഗിൾ സ്പീക്കർ ആയതുകൊണ്ട് തന്നെ ഒരു ലൗഡി ആയിട്ടുള്ള ഒരു സ്പീക്കർ ക്വാളിറ്റി അല്ല, മറിച്ച് ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു സൗണ്ട് ക്വാളിറ്റിയാണ് എനിക്കിതിൽ ഫീൽ ചെയ്തത്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനറാണ് വരുന്നത്. അത്യാവശ്യം ഒരു ഫാസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് റെക്കഗ്നൈസ് ചെയ്യുന്നത് കാണാം. ഇനി ഫേസ് ലോക്കിൻ്റെ കാര്യം എടുത്താൽ ഒരല്പം ലാഗ് ഉണ്ടെങ്കിലും അതും അത്യാവശ്യം ഫാസ്റ്റ് ആയിട്ട് തന്നെ ഡിറ്റക്ട് ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഗെയിമിംഗ് പെർഫോമൻസിൻ്റെ കാര്യം എടുത്താൽ കോൾ ഓഫ് ഡ്യൂട്ടി ഏകദേശം ഞാൻ 40 മിനിറ്റോളം ഈ ഒരു സ്മാർട്ട് ഫോണിൽ കളിച്ചിട്ടുണ്ട്. അത് തന്നെ ഗ്രാഫിക് ക്വാളിറ്റി വെരി ഹൈയിലും ഫ്രെയിം റേറ്റും വെരി ഹൈയിലാണ് വെച്ചത്. ഫ്രെയിം റേറ്റ് നമുക്ക് മാക്സിമത്തിൽ വെക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഈ ഒരു 40 മിനിറ്റോളം ഗെയിം കളിച്ച ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് പറയത്തക്ക രീതിയിലുള്ള ഇഷ്യൂ എനിക്ക് ഫേസ് ചെയ്തിട്ടില്ല. വളരെ സ്മൂത്തായിട്ട് തന്നെ ഗെയിം കളിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഹീറ്റിംഗ് ഇഷ്യൂ എനിക്ക് ഫേസ് ചെയ്തിട്ടില്ല ഇതുവരെ എന്നതാണ്. അപ്പോൾ ഇതൊരു ഗെയിമിംഗ് സ്മാർട്ട് ഫോൺ എന്നുള്ളൊരു ഒപ്പീനിയൻ എനിക്കില്ല. മറിച്ച് നിങ്ങളൊരു നോർമൽ യൂസറൊക്കെ ആണെങ്കിൽ കോൾ ഓഫ് ഡ്യൂട്ടി, PUBG, അതുപോലെ തന്നെ Asphalt 9 തുടങ്ങിയ ഗെയിമൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ കളിക്കാൻ സാധിക്കുന്നതാണ്. ഹോണർ X9 5Gയിൽ 3 ക്യാമറയാണ് പിറകിൽ വരുന്നത്. 48 മെഗാ പിക്സലിൻ്റെ f1.8 അപ്പാച്ചറോട് കൂടിയിട്ടുള്ള മെയിൻ ലെൻസും 2 മെഗാ പിക്സലിൻ്റെ ഒരു ഡെപ്ത് സെൻസറും 2 മെഗാ പിക്സലിൻ്റെ ഒരു മാക്രോ ലെൻസാണ് ഈ ഒരു ക്യാമറയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അൾട്രാ വൈഡ് ലെൻസ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഉൾപ്പെടുത്തിയില്ല എന്നത് ഒരു പോരായ്മയാണ്. ഇനി റിയർ ക്യാമറയിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ മെയിൻ ലെൻസിൽ എടുത്തിരിക്കുന്ന പ്രത്യേകിച്ച് ഡേലൈറ്റ് പെർഫോമൻസിൻ്റെ കാര്യം എടുത്താൽ മിക്ക ഫോട്ടോസും നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എസ്പെഷ്യലി ഡീറ്റെയിൽ ആയിട്ടും അല്ലെങ്കിൽ ഷാർപ്നെസ് ഒക്കെ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഷാർപ്പായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോട്ടോസ് നമുക്ക് മിക്ക സമയത്ത് ലഭിച്ചിട്ടുണ്ട്. മാക്രോയും അതുപോലെ തന്നെ പോർട്രേറ്റ് മോഡൊക്കെ അത്യാവശ്യം ഒരു ഓക്കെ ലെവൽ പെർഫോമൻസ് ആയിട്ട് മാത്രമേ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. അതേപോലെ തന്നെയാണ് നൈറ്റ് പെർഫോമൻസിൻ്റെ കാര്യവും. നൈറ്റ് പെർഫോമൻസ് നമുക്കൊരു ഓക്കെ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ഫോട്ടോ ഔട്ട്പുട്ട് ക്വാളിറ്റിയാണ് മിക്ക സമയത്തും നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇനി സെൽഫി ക്യാമറയുടെ കാര്യം എടുത്താൽ 16 മെഗാ പിക്സലിൻ്റെ f2.5 അപ്പാച്ചറോട് കൂടിയിട്ടുള്ള പഞ്ച് ഹോൾ ക്യാമറയാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാൻ സാധിക്കുന്നത്. അതും ഡേലൈറ്റ് പെർഫോമൻസ് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് നമുക്കിതിൽ കാണിച്ചിരുന്നുണ്ട്. ഡീറ്റെയിൽ ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള അത്യാവശ്യം ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഫോട്ടോ ഔട്ട്പുട്ട് ക്വാളിറ്റിയാണ് നമുക്ക് സെൽഫി ക്യാമറയിൽ ലഭിച്ചിട്ടുള്ളത്. പോർട്രേറ്റ് ഫോട്ടോസ് നമുക്ക് ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിട്ടാണ് എനിക്കിതിൽ ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ റിയർ ക്യാമറയിലെയും സെൽഫി ക്യാമറയിലെയും ഫോട്ടോസിനെ കുറിച്ച് വിലയിരുത്തുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ലഭിക്കുന്നതിൽ വെച്ചിട്ട് അത്യാവശ്യം ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ക്യാമറ പെർഫോമൻസ് ആയിട്ടാണ് എനിക്കിത് വിലയിരുത്താൻ സാധിച്ചിട്ടുള്ളത്. ഹോണർ X9 5Gയുടെ വീഡിയോ ഫുട്ടേജ് ആണിത്. ഫുൾ HDയിൽ 30 ഫ്രെയിം പെർ സെക്കൻഡ് ആണ് ഇതിൻ്റെ മാക്സിമം വീഡിയോ റെസൊല്യൂഷന്. അതുപോലെ തന്നെ സ്റ്റെബിലിറ്റിയുടെ കാര്യം എടുത്താൽ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കാണുന്ന ഒരു ഓക്കെ എന്നുള്ള രീതിയിലുള്ള ഒരു സ്റ്റെബിലിറ്റി മാത്രമാണ് നമുക്കിതിൽ ഫീൽ ചെയ്തിട്ടുള്ളത്. ഇനി കളേഴ്സിൻ്റെ കാര്യം എടുത്താൽ ഒരു ഇത്തിരി സാച്ചുറേറ്റഡ് ആയിട്ടുള്ള കളർ ഔട്ട്പുട്ടാണ് എനിക്കിതിൽ ഫീൽ ചെയ്തിട്ടുള്ളത്. ഹോണർ X9 5Gയുടെ പ്രൈസ് ഖത്തറിൽ വരുന്നത് 8GB + 128-ന് 1099 ഖത്തർ റിയാൽ, അത് ഏകദേശം ഇന്ത്യയുടെ 22,000 രൂപയും 8GB + 256GBക്ക് വരുന്നത് 1199 ഖത്തർ റിയാൽ, ഏകദേശം ഇന്ത്യയുടെ 24,000 രൂപയാണ് പ്രൈസ് വരുന്നത്. ഇനി നിങ്ങളിവിടെ ഖത്തറിലുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് മെയ് 19-നും മെയ് 26-നും ഇടയിൽ നിങ്ങൾ പ്രീ ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഏകദേശം 149 ഖത്തർ റിയാൽ വില വരുന്ന
ഹോണറിൻ്റെ ഇയർബഡ്സ് എക്സ് എന്ന് പറയുന്ന ഇയർബഡ് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ്. ഇനിയാണ് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ആ ഒരു 1-2 കാര്യങ്ങൾ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനൊപ്പം അഡീഷണൽ ആയിട്ട് ലഭിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ ഈ ഒരു ഫോൺ പർച്ചേസ് ചെയ്തതിന് ശേഷം ആദ്യത്തെ 6 മാസത്തിനുള്ളിൽ ഡിസ്പ്ലേ ഡാമേജ് ആവുകയോ അല്ലെങ്കിൽ ബ്രോക്കൺ ആവുകയോ ചെയ്യുകയാണെങ്കിൽ ഒരു തവണ അവർ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു ഡിസ്പ്ലേ ചേഞ്ച് ചെയ്തു തരും എന്നതാണ് ഒന്നാമത്തെ ആ ഒരു പ്രത്യേകത. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഓൾ ഓവർ GCCയിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ വാറണ്ടി കിട്ടുമെന്നതാണ്. ഉദാഹരണത്തിന് നിങ്ങൾ ഖത്തറിൽ നിന്നാണ് സ്മാർട്ട് ഫോൺ വാങ്ങിയതെങ്കിൽ നിങ്ങൾ ദുബായിലോ അല്ലെങ്കിൽ സൗദിയിലൊക്കെ പോയാലും നിങ്ങൾക്ക് ആ ഒരു ഹോണറിൻ്റെ ഷോറൂമിൽ പോയാലും നിങ്ങൾക്ക് ആ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വാറണ്ടി ക്ലെയിം ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു 2 കാര്യമാണ് നമ്മൾ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ കാണുന്ന മറ്റ് സ്മാർട്ട് ഫോണുകളിൽ കാണാത്ത അഡീഷണൽ കാര്യമെന്ന് ഞാൻ ഈ ഒരു വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞത്. ഇപ്പോൾ ഓവറോൾ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് വിലയിരുത്തുകയാണെങ്കിൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഒരു ഡീസൻറ്റ് സ്മാർട്ട് ഫോൺ എന്ന് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനെ വിശേഷിപ്പിക്കാൻ പറ്റും. ഒരുപക്ഷെ MOLED ഡിസ്പ്ലേ അതുപോലെ തന്നെ സ്പീക്കർ ക്വാളിറ്റി കുറച്ചും കൂടി നല്ലതാക്കിയിരുന്നെങ്കിൽ ഒരു മികച്ച സ്മാർട്ട് ഫോൺ എന്ന് തന്നെ നമുക്ക് ഇതിനെക്കുറിച്ച് പറയാൻ പറ്റുമായിരുന്നു. എങ്കിലും ഹോണർ ഫോണുകളിൽ നമുക്ക് ഇത്രയും കാലത്തൊരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ പൊതുവെ വലിയ രീതിയിലുള്ള ഇഷ്യൂസും കംപ്ലൈൻറ്റും വരാത്ത ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ആ ഒരു സെഗ്മെൻറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സെഗ്മെൻറ്റിലുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ് ഈ ഒരു ഹോണർ X9 5G എന്നത്. അപ്പോൾ എന്നും പറയാറുള്ള പോലെ തന്നെ ഇന്നത്തെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ അൺബോക്സിംഗ് ആൻഡ് ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക. കാരണം നിങ്ങളുടെ ഓരോ ലൈക്കും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എനിക്ക്. അതുകൊണ്ട് തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം നിങ്ങളൊന്ന് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ചും ഈ ഒരു വീഡിയോയെക്കുറിച്ചുമുള്ള അഭിപ്രായങ്ങളൊന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. ടെക് സംബന്ധമായിട്ടുള്ള സംശയങ്ങളും കാര്യങ്ങളുണ്ട് ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. ടെക് സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ ചാനലും വീഡിയോസും യൂസ്ഫുൾ ആണെന്ന് കരുതിയാൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവുചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ബെല്ലൈക്കും കൂടി അമർത്തുക. അപ്പോൾ മറ്റൊരു പുതിയൊരു വീഡിയോയുമായി കാണാമെന്ന പ്രതീക്ഷയിൽ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. സെയ്ദ് ഇർഷാദ്.